വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ലഞ്ച് വീഡിയോ ആണേ. അപ്പോൾ ലഞ്ചിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കുടക്കീഴിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് തന്നെ ഞാൻ മെഴുക്ക് വരട്ടാനായിട്ടൊരു ചീനച്ചട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്തും ഞാൻ ഒരുപോലെ കടുക് വറുക്കുക. കടുക് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഞാൻ എല്ലാത്തിലും കടുക് വറുക്കും. ചില സ്ഥലത്തൊന്നും കടുക് വറുക്കാറില്ല, മെഴുക്ക് വരട്ടിക്കും മീൻ കറിക്കോ ഒന്നും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ദാണ്ടെ കടുക് വറുത്തതിന് ശേഷം കോവയ്ക്ക് അരിഞ്ഞത് അതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പോവാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അടൂർ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൂട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ. ചില സമയത്ത് അതുപോലെയും ചെയ്യാറുണ്ട്. ആദ്യം അരിഞ്ഞുടനെ തന്നെ എല്ലാ പൊടികളെല്ലാം മിക്സ് ചെയ്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ചീനച്ചട്ടിയിലിട്ട് വഴറ്റിയെടുക്കാറുമുണ്ട് മെഴുക്ക് വരട്ടി. ഓക്കെ, അപ്പോൾ അതിനെ ഞാനൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ മീൻകറിയിലോട്ട് പിന്നെയും പോവുകയാണ്. മുളകിട്ട മീൻകറിയാണ് ഞാൻ ഇന്ന് വയ്ക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കടുക് വറുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഞാൻ അരിഞ്ഞ് വെച്ച കുഞ്ഞുള്ളി ഇടുന്നുണ്ട്. കുഞ്ഞുള്ളി ഇടുന്നതാണ് ഈ മീൻകറിയുടെ, മുളകിട്ട മീൻകറിയിൽ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കുഞ്ഞുള്ളി ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടു. അതിന് ശേഷം തന്നെ നമ്മുടെ വീട്ടിലെ തന്നെ കരിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലെ കരിവേപ്പിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ല. അങ്ങനെ ഞാൻ എൻ്റെ കരിവേപ്പിലേക്ക് ഇട്ടാണ് ഇന്ന് മീൻ കറി വെക്കുന്നത്. ഓക്കെ, അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മളൊന്ന് ക്ഷമയോടെ വഴറ്റിയെടുക്കണം. എണ്ണയിൽ കിടന്ന കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് വഴലുമ്പോഴാണ് കറിയുടെ രുചി ഉണ്ടാകുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പച്ചമുളക് കുറച്ചാണ് ഞാൻ ഇടുന്നത്. മുളക് പൊടി അത്യാവശ്യത്തിന് ഇടാറുണ്ട്. പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ ചെറിയ തീയിലിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പൊടി ഇടുന്ന വീഡിയോ കാണിച്ചില്ല. ഞാൻ 4 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത്. അതിനുശേഷം നന്നായി അത് കരിയാതെ ചൂടാക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം, നമുക്ക് എത്ര അരപ്പ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കണം. അതുപോലെ തന്നെ എത്ര അരപ്പ് വേണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് മുളകും മല്ലിയും എടുക്കാം. ഇപ്പുറത്ത് കണ്ട് മെഴുക്ക് വരട്ടി ഏകദേശം പകുതി വേവായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും അതിനെ ഒന്ന് ചിക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുവാണ്. ഇനി ഞാൻ തന്നെ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ലുലു മാളിൽ നിന്ന് മേടിച്ച മീനാണ്. എനിക്ക് ഫാം മീനാണ്, പേരെനിക്ക് കറക്റ്റ് അറിയില്ല. അത് ഞാൻ തന്നെ ഒന്ന് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള തൊലിയും കൂടെയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം ആണ് ഇവിടെ മീൻ ഓൾറെഡി ക്ലീൻ ചെയ്താണ് വരുന്നത്. എന്നാലും നമ്മളൊന്നും കൂടെ അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് കറി വയ്ക്കുന്നത്. ഇവിടെ കൂടുതലും ഇപ്പോൾ ഫാം മീനാണ് മേടിക്കുന്നത്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സിലോപ്പിയാണ്. കാട്ടിലെയോ അങ്ങനെ എന്തോ ഒരു മീനാണെന്നാണ് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അതാണ്ട് വടക്കംപുളിയും കൂടെ എടുത്തിട്ടുണ്ട്. വടക്കംപുളി ചിലർ സാദാ പുളി ചേർക്കും. ഞങ്ങൾക്ക് ഇവിടെ പുളിമുളം വയ്ക്കുമ്പോൾ വടക്കംപുളി ഇടുന്നതിനോടാണ് താല്പര്യം കൂടുതൽ കേട്ടോ. വടക്കംപുളിയിട്ട മീൻകറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. വടക്കംപുളിയുടെ മീൻകറി വയ്ക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് തേങ്ങ അരച്ച മീൻകറി വയ്ക്കാൻ അത്ര നന്നായിട്ട് അറിയില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പും മുളകുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിനുശേഷം നന്നായിട്ട് ഒരുപാടിട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. വീണ്ടും ഞാൻ മെഴുക്ക് വരട്ടിയുടെ സൈഡിലോട്ട് പോകുന്നുണ്ട്. ഞാൻ മെഴുക്ക് വരട്ടി ഒന്ന് ചിക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ചിക്കി തോർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിനെ അടച്ച് വയ്ക്കുവാണ്. എൻ്റെ മീൻകറി ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. പകുതിയോളമായിട്ടുണ്ട് മീൻകറി. എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കി എല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് തന്നെ വേവിക്കുകയാണ് മീൻകറി കൂടെ. ചിലർക്ക് മുളകിട്ട മീൻകറി ആണെങ്കിലും സാദാ പുളി ഇടുന്നതിനോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ. ചില സ്ഥലങ്ങളിൽ വടക്കംപുളി ഇട്ട് വെക്കുന്നതിനോട് തന്നെയാണ് ഇഷ്ടം. എനിക്ക് ഏകദേശം വലിയ മീനിലൊക്കെ വടക്കംപുളി ഇടുന്നത് തന്നെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി ഏതാണ്ട് ആയിട്ടുണ്ട്. ഞാൻ അതിനെ അങ്ങ് ഇറക്കും അടുപ്പിൽ നിന്ന്.
ഒരുവിധമായിട്ടുണ്ട്, മെഴുക്ക് വരട്ടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ്റെ കൂട്ട് നോക്കാം. ഒരു കുഞ്ഞ് ചട്ടിയിൽ കടുക് വറുത്ത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കൂട്ട് അതിനകത്തോട്ട് ഞാൻ ഇടുവാണേ. കടുകും വറ്റൽമുളകും ഇടുന്നുണ്ട്. ബീട്രൂട്ടിൻ്റെ കൂട്ടിനകത്തിട്ട് ആ എണ്ണയിൽ അതിൻ്റെ ഒരു പച്ച ഇതൊക്കെ മാറിയതിന് ശേഷം ഞാൻ ശകലം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. പലരും പല രീതിക്കാട്ടോ ചെയ്യുന്ന. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെള്ളം ഒഴിക്കാതെ ചെയ്യുന്നവരുണ്ട്. എനിക്ക് പിന്നെ ചെറുതായിട്ടൊക്കെ ചിലപ്പം ബീട്രൂട്ട് കരിഞ്ഞ് പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ശകലം വെള്ളം ഒഴിച്ച് തന്നെയാണ് വേവിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരുപാടല്ല, ഒരു ശകലം, ഒരു നുള്ളു വെള്ളത്തിൽ ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആവശ്യത്തിന്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം ഒരുപാട് അങ്ങ് വെന്ത് ഇതായി പോകത്തുമില്ല. നമ്മുടെ അരപ്പൊക്കെ അരയ്ക്കുമ്പോൾ അത് കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടച്ച് വെച്ച് ബീട്രൂട്ട് വേവിക്കണം കുറച്ച് നേരം. അതിനിടയിൽ ഞാൻ എൻ്റെ മീൻകറി നോക്കുന്നുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ ബീട്രൂട്ട് തോരൻ്റെ അരപ്പും കൂടെ ഞാനങ്ങ് അരച്ച് മാറ്റി വെച്ചിട്ട് ജീരകവും മഞ്ഞൾപ്പൊടി ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒരു പരുവത്തിൽ. അപ്പുറത്ത് ഞാൻ സിലോപ്പിയ പൊരിക്കാനും കൂടെ വയ്ക്കുന്നുണ്ട് ഒരടുപ്പിലോട്ട്. സിലോപ്പിയ പൊരിക്കാനായിട്ട് എണ്ണയൊക്കെ വറുത്ത് സിലോപ്പിയാണ് എടുത്തിട്ടുള്ളത്. സിലോപ്പിയ പൊരിക്കുകയാണ്. ഇവിടെ സിലോപ്പിയും കരിമീനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫാം മീനും അതുപോലെ തന്നെ ആ വാങ്ങിച്ച മീൻ ഞങ്ങൾ ഒരുപാട് തവണ മേടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേര് ഓർമ്മയില്ല. വായിൽ കൊള്ളാത്തൊരു ഫാം മീനാണത്, പേരാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ബീട്രൂട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ടേ. ഇനി അതിലേക്ക് ഞാൻ അരച്ച് വെച്ച അരപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ട് പൊടി പീര പോലെ കിടക്കണം, എന്നാലേ അത് തോരന് കറക്റ്റ് പരുവാവോളെ. ഞാനിവിടെ തേങ്ങ മിക്കവാറും പിച്ചാത്തി കൊണ്ട് ഇളക്കിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് കറക്കുകയാണ് ചെയ്യുന്നത്. തിരുവൽ കുറവാണ് ഇവിടെ തേങ്ങ തിരുവുന്നത്. അപ്പം ഈ കൂട്ടിനകത്തോട്ട് അപ്പം നമുക്ക് ആ കൂട്ടിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കഴിഞ്ഞ് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തോരനും സെറ്റായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് ഫ്രൈയും കൂടെ നോക്കാൻ പോവുകയാണെ. നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്നെല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ഒരൊറ്റ വീഡിയോയിലാണ് ഞാൻ കാണിക്കുന്നത്, ഉച്ചയ്ക്കത്തെ ലഞ്ച്. ഇനി ഇതിനിടയിൽ ഞാൻ മോരിന് അരയ്ക്കുന്നുണ്ട്. തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉള്ളിയും കുറച്ച് ജീരകവും കൂടെ നന്നായിട്ട് അരച്ചിട്ട് എൻ്റെ ഇൻഡസ് കുക്ക് വെയറിലുള്ള കുഞ്ഞ് ചീനച്ചട്ടി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചീനച്ചട്ടിയാണ് ഇത്. ഇതിൽ മോര് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്കുള്ള കറക്റ്റ് ഒരുപാട് കൂടിപ്പോവുകയല്ലേ, എല്ലാം കറക്റ്റ് അളവിന്. എന്തിനാണ് കൊണ്ടുവന്ന് കളയുന്നത്, ആവശ്യത്തിന് വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് മതിയല്ലോ, ഒരുപാട് വെച്ച് കളയണ്ട എന്നുള്ള രീതിയിൽ തന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞ് സാധനങ്ങളിൽ. ഇനി ഞാൻ കുറച്ച് തൈര് എടുക്കുന്നോളെ. ആ തൈര് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മോര് ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരുപാട് അങ്ങ് ഇതാകണ്ട, തിളയ്ക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ പിരിപിരായിപ്പോവും, അതുകൊണ്ട് തിളയ്ക്കണ്ട. അപ്പം ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ചിനുള്ളത്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ബീട്രൂട്ട് തോരൻ, മോര്, സിലോപ്പിയ ഫ്രൈ, പിന്നെ നമ്മളെ മുളകിട്ട മീൻകറി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ചോറ്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി വെക്കുന്നുണ്ട്. പിന്നീട് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ചീനച്ചട്ടിയിൽ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല മുളകിട്ട മീൻകറി, നല്ല കുറുകിയ നല്ല മീൻകറി, നല്ല ചാറൊക്കെയുള്ള നല്ല മീൻകറി കേട്ടോ. നമ്മുടെ സിലോപ്പിയ മീൻ ഫ്രൈയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി കുറച്ച് നല്ല മോരും കൂടെ ആ മുളകിട്ട് കറിക്കകത്തോട്ട് കൊണ്ട് ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് റെഡി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.